ഇന്ത്യൻ വിപണിയിൽ തിരിച്ചടി തുടരുകയാണ്. സമീപകാല ഉയർന്ന നിലവാരത്തിൽ നിന്നും പ്രധാന ഓഹരി സൂചികകളിൽ 10% തിരുത്തൽ നേരിട്ട് കഴിഞ്ഞു. കഴിഞ്ഞ 5 മാസത്തിനിടയിലെ താഴ്ന്ന നിലവാരത്തിലേക്ക് NSE നിഫ്റ്റിയും BSE സെൻസെക്സും വീണു. ഇതോടെ നിക്ഷേപകരിൽ ഒരു വിഭാഗത്തിന് ഭയാശങ്ക പിടികൂടിയിട്ടുണ്ട്. എന്നാൽ ഇന്ത്യൻ വിപണിയുടെ ദീർഘകാല സാധ്യതകളെക്കുറിച്ച് നിക്ഷേപകർ പേടിക്കേണ്ടതില്ലെന്നും ഇപ്പോൾ നേരിടുന്ന തിരിച്ചടി ആരോഗ്യകരമായ തിരുത്തലിൻ്റെ ഭാഗമാണെന്നും മാർക്കറ്റ് അനലിസ്റ്റുകൾ ചൂണ്ടിക്കാട്ടുന്നു. ഈ ഒരു പശ്ചാത്തലത്തിൽ കഴിഞ്ഞ ഏതാനും ആഴ്ചകളിലെ ആഭ്യന്തര വിപണിയിൽ നേരിടുന്ന തിരിച്ചടിയിൽ ദീർഘകാല നിക്ഷേപകർ എന്തുകൊണ്ട് ഭയക്കേണ്ടതില്ല എന്നതുമായി ബന്ധപ്പെട്ട 5 ഘടകങ്ങൾ വിശദമായി നോക്കാം. ആദ്യം, തിരുത്തൽ ആരോഗ്യകരം. കുതിച്ചുപായുന്ന വിപണിയിൽ ഇടവേളകളിൽ നേരിടുന്ന ആരോഗ്യകരമായ തിരുത്തൽ വിപണിയുടെ ചാക്രികതയുടെ അല്ലെങ്കിൽ മാർക്കറ്റ് സൈക്കിളിൻ്റെ ഭാഗമാണ്. വളരെ ഉയർന്ന ലിക്വിഡിറ്റി കാരണം സമീപകാലയളവിൽ ഏറെക്കുറെ ഏകപക്ഷീയമായി മുന്നേറിയിരുന്ന ഇന്ത്യൻ ഓഹരി വിപണികൾ സെപ്റ്റംബർ മാസം അവസാനിക്കുമ്പോഴും അജയ്യരാണെന്ന പ്രതീതിയാണ് പുറത്തേക്ക് നൽകിയിരുന്നത്. എന്നാൽ കോർപ്പറേറ്റ് കമ്പനികളുടെ നടപ്പ് സാമ്പത്തിക വർഷത്തിലെ രണ്ടാം പാദഫലം പ്രതീക്ഷിക്കത്തു ഉയരാതിരുന്നതോടെ തിരുത്തലിന് വഴിതെളിച്ചു. ഇതോടെ കഴിഞ്ഞ ഏതാനും ആഴ്ചകളായി ഇന്ത്യൻ ഓഹരി വിപണി തിരിച്ചടിയുടെ പാതയിലാണ്. അതേസമയം പ്രധാന സൂചികളിൽ 10% തിരുത്തൽ നേരിട്ടുവെങ്കിലും ആഭ്യന്തര വിപണിയിൽ കാര്യമായ ദിശാമാറ്റം അഥവാ മേജർ ട്രെൻഡ് റിവേഴ്സൽ സംഭവിച്ചെന്ന് കരുതാനാകില്ലെന്ന് ബ്രോക്കറേജ് സ്ഥാപനമായ ഗോൾഡിലോക്സ് പ്രീമിയം റിസർച്ചിൻ്റെ സ്ഥാപകൻ ഗൗതം ഷാ അഭിപ്രായപ്പെട്ടു. ബുൾ മാർക്കറ്റിൽ പോലും തിരുത്തൽ അത്യന്താപേക്ഷിതമാണ്. ഇത് വിപണിയുടെ ദീർഘകാല സുസ്ഥിരതയ്ക്ക് നിർണായകവുമാണ്. വിപണിയെ സ്ഥിരതയാർജിക്കാനും അമിത ഊഹക്കച്ചവടങ്ങളെ നിയന്ത്രിക്കാനും നിക്ഷേപകർക്ക് മികച്ച വാങ്ങലവസരം നൽകാനുമൊക്കെ സഹായകരമാകും. ഇപ്പോൾ വിപണിയിൽ സംഭവിക്കുന്നതും അത്തരമൊരു ആരോഗ്യകരമായ തിരുത്തലാണെന്നും ഗൗതം ഷാ വ്യക്തമാക്കി. രണ്ടാമത്, ബുള്ളിഷ് ട്രെൻഡിൽ മാറ്റമില്ല. സമീപകാല ഉയർന്ന നിലവാരത്തിൽ നിന്നും പ്രധാനപ്പെട്ട ആഭ്യന്തര ഓഹരി സൂചികളിൽ 10% തിരുത്തൽ നേരിട്ടുവെങ്കിലും ദീർഘമായ കാലയളവിലേക്കുള്ള ഇന്ത്യയുടെ നിക്ഷേപ സാധ്യതകളും സാമ്പത്തിക വളർച്ചാ ശേഷിയും കൈമോശം വന്നിട്ടില്ലെന്ന് വിപണി വിദഗ്ധർ വിലയിരുത്തുന്നു. ആഗോള വിപണികൾ താരതമ്യേന ശക്തമായ നിലയിൽ തുടരുന്നതിനാൽ ഇപ്പോൾ ഇന്ത്യൻ വിപണിയിൽ നേരിടുന്ന തിരുത്തൽ നിർണായക ട്രെൻഡ് റിവേഴ്സലാണെന്ന് കരുതാനാകില്ല. ചരിത്രപരമായി നോക്കിയാൽ വിപണിയിൽ പോസിറ്റീവ് നീക്കങ്ങൾ ഉണ്ടാകുന്ന സീസൺ ആയതിനാൽ താമസിയാതെ തിരിച്ചടിക്ക് ശമനമുണ്ടാകുമെന്നും ഇപ്പോഴത്തെ ഇറക്കത്തെ മറ്റൊരു കുതിപ്പിനുള്ള തയ്യാറെടുപ്പായി കാണുന്നതെന്നും മാർക്കറ്റ് അനലിസ്റ്റ് ഗൗതം ഷാ പറഞ്ഞു. സ്മോൾ ക്യാപ് തിരുത്തൽ സാധാരണം. സമീപകാലത്ത് മിഡ് ക്യാപ് സ്മോൾ ക്യാപ് ഭാഗം ഓഹരികളിൽ നേരിട്ട ശക്തമായ തിരിച്ചടി ഏറെ ഗൗരവതരമാണെന്ന് ഒറ്റ നോട്ടത്തിൽ തോന്നാമെങ്കിലും മുൻകാല ചരിത്രം കൂടി കണക്കിലെടുത്ത് ആഴത്തിൽ പരിശോധിച്ചാൽ അങ്ങനെ ഭയപ്പെടാനില്ലെന്ന് മനസ്സിലാക്കാൻ കഴിയുമെന്ന് വിപണി വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു. കഴിഞ്ഞ ഏതാനും ആഴ്ചകളിലെ 25 മുതൽ 30% വരെ തിരുത്തൽ നേരിട്ട നിരവധി സ്മോൾ ക്യാപ് മിഡ് ക്യാപ് ഓഹരികളുണ്ട്. എന്നാൽ ഇത്തരം ഓഹരികളുടെ കഴിഞ്ഞ 1.5 വർഷത്തെ ചരിത്രം നോക്കിയാൽ വളരെയധികം മുന്നേറ്റം കാഴ്ചവെച്ചിരുന്നതായി കാണാം. അതിനാൽ 2-3 ഇരട്ടിയൊക്കെ നേട്ടം നൽകിയ ഓഹരികളിൽ സമീപകാല ഉയരത്തിൽ നിന്നും 40% വരെ നേരിടുന്ന തിരിച്ചടിയൊക്കെ സ്വാഭാവികമായി എടുക്കാമെന്ന് അനലിസ്റ്റുകൾ സൂചിപ്പിക്കുന്നു. ദീർഘകാല നിക്ഷേപരെ സംബന്ധിച്ച് ഇത്തരം തിരുത്തലുകൾ ക്വാളിറ്റിയുള്ള ഓഹരികളിൽ നിക്ഷേപം നടത്തുന്നതിനെ നൽകുന്ന അവസരങ്ങളായി കാണാം. മിഡ് ക്യാപ് സ്മോൾ ക്യാപ് ഓഹരി വിഭാഗങ്ങളിൽ നിക്ഷേപം പരിഗണിക്കുമ്പോൾ ക്വാളിറ്റിയുള്ള കമ്പനികളെ മാത്രമേ തിരഞ്ഞെടുക്കാവൂവെന്നും വിപണി വിദഗ്ധർ ചൂണ്ടിക്കാട്ടി. നാലാമത്, പ്രധാന സെക്ടറുകളുടെ പിന്തുണ. വിപണിയിൽ തിരുത്തൽ നേരിടുമ്പോഴും നിർണായകമായ 3 സെക്ടറുകൾ താരതമ്യേന ശക്തമായി തുടരുന്നത് ശ്രദ്ധേയമാണ്. പ്രധാനമായും ബാങ്കിങ്, IT സെക്ടറുകളും ചില ലാർജ് ക്യാപ് ഓഹരികളും വലിയ തിരിച്ചടി നേരിടാതെ പിടിച്ചു നിൽക്കുന്നുണ്ട്. മൂവിംഗ് ആവറേജ് പോലുള്ള ചില ടെക്നിക്കൽ ഇൻഡിക്കേറ്ററുകളിൽ നെഗറ്റീവ് സൂചന കണ്ടിട്ട് ആശങ്കപ്പെടുന്നവരുണ്ട്. എന്നാൽ നിർണായകമായ സെക്ടറുകൾ താരതമ്യേന ശക്തമായി തുടരുന്നത് വിപണിക്ക് പിന്തുണയേകുന്ന ഘടകമാകുന്നു. HDFC ബാങ്ക്, ICICI ബാങ്ക്, SBI, TCS എന്നിവയൊക്കെ ഉദാഹരണം. ചുരുക്കത്തിൽ നിർണായക സെക്ടറുകൾ ഭേദപ്പെട്ട നിലയിൽ തുടരുന്നിടത്തോളം വിപണിക്ക് വലിയൊരു തിരിച്ചടിക്ക് സാധ്യതയില്ലെന്നും മാർക്കറ്റ് അനലിസ്റ്റ് ഗൗതം ഷാ പറഞ്ഞു. 10-12% തിരുത്തലൊക്കെ സ്വാഭാവികം. ശക്തമായൊരു ബുൾ മാർക്കറ്റിൽ പോലും 10 മുതൽ 12% തോതിൽ നേരിടുന്ന തിരുത്തലൊക്കെ സ്വാഭാവികമാണെന്ന് വിപണി വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു. ഇതിനു മുമ്പ് 2003-2007 കാലയളവിൽ ഇന്ത്യൻ വിപണി സാക്ഷ്യം വഹിച്ച ശക്തമായ ബുൾ റാലിയിൽ പോലും നിരവധി തവണ പ്രധാന സൂചികളിൽ സമാനമായ തിരുത്തലുകൾ നേരിട്ടിട്ടുണ്ട്. എന്നിരുന്നാലും ക്രമേണ വിപണിയിൽ മുന്നേറ്റം തുടരുന്നതിനാണ് ഏവരും സാക്ഷ്യം വഹിച്ചിട്ടുള്ളത്. ഇപ്പോഴത്തെ നിക്ഷേപകരിൽ ഒരു വിഭാഗത്തിന് 5%-ലധികമുള്ള തിരിച്ചടിയോട് പൊരുത്തപ്പെടാൻ കഴിയുന്നില്ലെന്നാണ് പ്രശ്നം. എന്തായാലും ഹ്രസ്വകാലയളവിലെ ചാഞ്ചാട്ടം താൽക്കാലികമാണെന്നും ദീർഘമായ കാലയളവിൽ മികച്ച ഓഹരികളും ഇന്ത്യൻ വിപണിയും മുന്നേറിയിട്ടുള്ളതായും മുൻകാല ചരിത്രം നോക്കിയാൽ മനസ്സിലാകുമെന്നും വിപണി വിദഗ്ധർ അടിവരയിടുന്നു. ഡിസ്ക്ലെയിമർ: മേൽ സൂചിപ്പിച്ച വിവരം പഠനാവശ്യർത്ഥം പങ്കുവച്ചാണ്. ഇത് നിക്ഷേപത്തിനായുള്ള നിർദ്ദേശമോ ഉപദേശമോ അല്ല. ഓഹരി നിക്ഷേപം വിപണിയുടെ ലാഭനഷ്ട സാധ്യതകൾക്ക് വിധേയമാണ്. ഓഹരിയിൽ നിക്ഷേപിക്കുന്നതിന് മുമ്പ് സ്വന്തം നിലയിൽ കൂടുതൽ പഠനം നടത്തുകയോ സെബി അംഗീകൃത സാമ്പത്തിക വിദഗ്ധരുടെ സേവനം തേടുകയോ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും ET ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വിഷയമായി വീണ്ടും കാണാം.